ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഈ ആപ്ലിക്കേഷൻ ഫോട്ടോസും വീഡിയോസും അതേപോലെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയലുകൾ മൊബൈലിൽ നിന്നും ഹൈഡ് ചെയ്യാൻ സാധിക്കുന്ന ആപ്ലിക്കേഷനാണ്. എന്നാൽ ഈ ആപ്ലിക്കേഷന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഒരാൾക്ക് അൺലോക്ക് ചെയ്യണമെങ്കിലും ആ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ആപ്പ് ലോക്കർ പോലെയുള്ള ആപ്ലിക്കേഷനുകളുടെ ഒരു ഐക്കൺ അല്ല ഈ ആപ്ലിക്കേഷൻ വരുന്നത്. നമ്മുടെ ഫോണിലുള്ള ഒരു കാൽക്കുലേറ്ററിൻ്റെ ഐക്കൺ ആയിരിക്കും ഇതിന് വരുന്നത്. ഞാൻ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കാം. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന ആപ്ലിക്കേഷനാണ്. കാൽക്കുലേറ്റർ വാൾട്ട് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. 1 മില്യൺ ഡൗൺലോഡ്സ് ഉള്ള ആപ്ലിക്കേഷനാണ്. 4.5 ആണ് ഇതിൻ്റെ റേറ്റിംഗ്. 3.5 MB മാത്രം ഫയൽ സൈസ് ഉള്ള ഒരു ചെറിയ ആപ്ലിക്കേഷനാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും നിങ്ങൾക്കിത്. ഞാനിത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ആക്കി നിങ്ങളെ കാണിച്ചു തരാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഞാനിവിടെ ഒരു പാസ്വേഡ് കൊടുക്കുകയാണ്. പാസ്വേഡ് കൊടുത്തു. അതിനുശേഷം ക്രിയേറ്റ് പാസ്വേഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഒരു പാസ്വേഡ് റിക്കവറി ക്വസ്റ്റ്യൻ കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ ആൻസറും കൊടുക്കണം. നിങ്ങൾ ഈ പാസ്വേഡ് മറന്നു പോവുകയാണെങ്കിൽ വീണ്ടും ഇത് റിക്കവർ ചെയ്തെടുക്കാനായിട്ടാണ് ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുകയാണ്. എന്തെങ്കിലും ഞാനിവിടെ ബെസ്റ്റ് ആക്ടർ എന്ന് കൊടുക്കുകയാണ്. ആൻസർ കൊടുക്കുന്നത് മോഹൻലാൽ. അതിനുശേഷം സേവ് ആൻഡ് സ്റ്റാർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നോക്കുക, ഇപ്പോൾ ഇത് ഓപ്പണായി. ആപ്ലിക്കേഷൻ ഓപ്പണായി. നിങ്ങൾക്കിവിടെ കാണാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ ഇതൊരു കാൽക്കുലേറ്റർ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇത് ഓപ്പൺ ആയിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ആപ്ലിക്കേഷൻ്റെ ഐക്കൺ നോക്കാം. കാൽക്കുലേറ്റർ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് വന്നിരിക്കുന്നത്. ഞാനിതൊന്ന് ഓപ്പൺ ആക്കിയാണ്. ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾക്കിവിടെ നോക്കുക, നോർമൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്ന പോലെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. നോക്കുക, എല്ലാ കാര്യങ്ങളും അതേപോലെ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇതിൽ ചില എക്സ്ട്രാ ഫീച്ചറുകൾ നിങ്ങൾക്ക് ലഭിക്കും. ഇനിയും ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഓപ്പൺ ആക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം കൊടുത്ത പാസ്വേഡ്, ഞാനൊരു പാസ്വേഡ് കൊടുത്തിരുന്നു, അതിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ആ പാസ്വേഡ് ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നിന്നുമാണ് നമ്മൾ നമ്മളുടെ ഫോണിലുള്ള ഫോട്ടോസും വീഡിയോസും മറ്റു ഫയലുകളുമൊക്കെ ഹൈഡ് ചെയ്യാൻ പോകുന്നത്. ഇനി എങ്ങനെയാണ് ഫോട്ടോസും മറ്റും ഹൈഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് ഒരു പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്കിവിടെ ഒരു ലിസ്റ്റ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ക്യാമറ, ഫോട്ടോ, റെക്കോർഡഡ് വീഡിയോ, വീഡിയോ ആൽബം, ക്രിയേറ്റ് ഫോൾഡർ തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. അതിൽ നിന്ന് നിങ്ങൾക്ക് ഫോട്ടോസ് ഹൈഡ് ചെയ്യാനായിട്ട് ഇമ്പോർട്ട് ഇമേജ് ഫ്രം ഗാലറി എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യണം. ഫോൺ ഗാലറി ഓപ്പണായി. ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഫോൾഡറിൽ കുറേയേറെ ഫോട്ടോകൾ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഫോട്ടോസാണ് ഇവിടെ കാണുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഫോട്ടോസ് ഹൈഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഓരോ ഫോട്ടോസായിട്ട് ടിക്ക് ചെയ്യുക. അല്ലായെന്നുണ്ടെങ്കിൽ ഓൾ മാർക്ക് കൊടുക്കാൻ സാധിക്കും. എല്ലാ ഫോട്ടോകളും കൂടി നിങ്ങൾക്ക് ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോകൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് ഒരു ലോക്ക് ബട്ടൺ കാണാൻ സാധിക്കും. നോക്കുക, ഹൈഡിങ് എന്ന് എഴുതി വന്നു. നോക്കുക, ഇപ്പോൾ നമ്മളുടെ ഫോണിൻ്റെ ഗാലറിയിൽ ഉണ്ടായിരുന്ന ഫോട്ടോകൾ ഈ ആപ്ലിക്കേഷനുള്ളിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിവിടെ ഹൈഡായിട്ട് കിടക്കും. ആർക്കും ഗാലറിയിൽ കയറി കഴിഞ്ഞാൽ ഈ ഫോട്ടോസ് കാണാൻ സാധിക്കത്തില്ല. ഇങ്ങനെ ഫോട്ടോസ് ഹൈഡ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോസും ഹൈഡ് ചെയ്യാൻ സാധിക്കും. ഇനിയും അടുത്തതായിട്ടുള്ള ഫീച്ചറാണ് ആപ്പ് ലോക്ക്. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഏറ്റവും താഴെ ആപ്പ് ലോക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതുപയോഗിച്ച് നിങ്ങളുടെ ഫോണിലെ ആപ്ലിക്കേഷനുകൾ, നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആപ്ലിക്കേഷനുകൾ ലോക്ക് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും. ഞാനിവിടെ ഒന്ന് ഒരു ലോക്ക് പാറ്റേൺ കൊടുക്കുകയാണ്. അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വീണ്ടും ആ പാറ്റേൺ തന്നെ കൊടുത്ത് കൺഫേം ചെയ്യുകയാണ്. അതിനുശേഷം പെർമിഷൻ ചോദിക്കുന്നുണ്ട്. ഓക്കെ കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷന് പെർമിഷൻ കൊടുത്തു. അതിനുശേഷം വീണ്ടും നമുക്ക് ലോക്ക് ആപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. നോക്കുക, ഇവിടെ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനുകളുടെയും ലിസ്റ്റ് ഇവിടെ ലഭിക്കും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷനുകൾ ഇങ്ങനെ ലോക്ക് ചെയ്യാനും സാധിക്കും. നോക്കുക, ഇവിടെ ഗ്രീൻ കളർ ലോക്ക് വന്നിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷനുകളെല്ലാം തന്നെ ലോക്ക് ആയിട്ടുണ്ട്. ഞാൻ വീണ്ടും ബാക്ക് ചെയ്യുകയാണ്. ഇവിടെ വാട്സപ്പിന് ലോക്ക് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്ക് മെസ്സഞ്ചറിനും ലോക്ക് കൊടുത്തായിരുന്നു. നമുക്ക് ഇവിടെ ഒന്നും ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഇതേപോലെ ലോക്ക് മാറ്റി അൺലോക്ക് ചെയ്യാൻ സാധിക്കും. സാധാരണ നമുക്ക് ഇതുപോലുള്ള ഒരുപാട് ആപ്ലിക്കേഷനുകൾ ലഭിക്കും. എന്നാൽ ഈ ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്താൻ കാരണം, ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഒരു ലോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഫയലുകൾ ഹൈഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണെന്ന് പെട്ടെന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. കാരണം ഇതൊരു കാൽക്കുലേറ്ററായിട്ട് തന്നെ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. നിങ്ങൾക്ക് പാസ്വേഡ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി ഇതിൽ
കയറാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോയുമായി റിലേറ്റഡായി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ തീർച്ചയായിട്ടും അതിന് റിപ്ലൈ തരുന്നതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം. ട്രിക്സ് ആൻഡ് ടിപ്സ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ആ പേജും ലൈക്ക് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.